എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നോ? ഞാനിവിടെ സുഖമായിരിക്കുന്നു. മഴ സമയത്ത് എങ്ങനെ പച്ചമീൻ ഉപ്പിട്ട് ഉണക്കാമെന്ന് നോക്കാം. ഞാൻ അതിനായി കുറച്ച് കരിഞ്ചാളമത്തി വാങ്ങിയിട്ടുണ്ട്. ഇവിടെ കരിഞ്ചാള എന്നാണ് പറയപ്പെടുന്നത്. രണ്ട് മൂന്ന് പ്രാവശ്യം ഈ മീന് കഴുകി വൃത്തിയാക്കി എടുക്കും. ഞാൻ ഉപ്പിട്ട് ആണ് കഴുകിയെടുക്കുന്നത്. അതിനുശേഷം ഒരു പാത്രത്തിലേക്ക് കഴുകിയ മീന് തോരാനായിട്ട് വയ്ക്കാം. ഇനിയും വേറൊരു പാത്രമെടുത്ത് മീന് അതിലേക്ക് മാറ്റാം. മാറ്റിയ ശേഷം കുറച്ച് ഉപ്പുപൊടി ഞാൻ വിതറി കൊടുക്കുന്നുണ്ട്. ഉപ്പുപൊടിക്ക് പകരം ഉപ്പുകല്ലുമാകാം. എന്നിട്ട് മീൻ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. എല്ലായിടത്തും ഉപ്പുപൊടി പിടിക്കത്തക്കവണ്ണം ഒന്ന് യോജിപ്പിച്ച് വയ്ക്കാം. അതിനുശേഷം ഒരു പ്ലാസ്റ്റിക് അടപ്പ് പാത്രമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആ പ്ലാസ്റ്റിക് പാത്രത്തിലേക്ക് ഉപ്പുപൊടി വിതറി കൊടുക്കാം. നന്നായി എല്ലായിടവും വിതറി കൊടുത്ത ശേഷം മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മീനെടുത്ത് ഓരോന്നായിട്ട് നിരത്തി വയ്ക്കാം. ഒരു ലെയർ നിരത്തിയ ശേഷം വീണ്ടും അതിലേക്ക് ഉപ്പുപൊടിയോ ഉപ്പുകല്ലോ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഉപ്പുപൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. വീണ്ടും ഇതിന് പുറത്തായി ബാക്കിയുള്ള മീനൂടെ നിരത്തി കൊടുക്കാം. എല്ലാ മീനും നിരത്തിയിട്ടുണ്ട്. അതിലേക്ക് വീണ്ടും ഉപ്പുപൊടി ഇട്ട് കൊടുക്കാം. ഇനിയും അടച്ചു വയ്ക്കാം. 2 ദിവസം കഴിഞ്ഞ് വീണ്ടും കാണും. രണ്ട് ദിവസം കഴിഞ്ഞിട്ടുണ്ട്. മീനിൻ്റെ അവസ്ഥ എന്തായെന്ന് നോക്കാം. മീനിൻ്റെ പുറത്ത് പരക്ക വെള്ളം നിറഞ്ഞ് കിടക്കുന്ന ഒരവസ്ഥയായിരുന്നു. അത് ഒന്ന് ഊറ്റിക്കളയാം. അതിനുശേഷം വീണ്ടും അടച്ചു വയ്ക്കും. മീൻ എടുത്ത് നോക്കിയപ്പോൾ നല്ലവണ്ണം തോർന്ന് ഉപ്പെല്ലാം പിടിച്ച് ഇരിക്കുകയാണ്. ഓരോന്നായിട്ട് വേറിട്ട് കിടക്കുന്ന പരുവമായി മീൻ ഉണങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ പരുവത്തിൽ നമുക്ക് കറി വയ്ക്കാൻ ഉപയോഗിക്കാം.
ഞാൻ കുറച്ച് മീൻ വറക്കാനായി എടുക്കുകയാണ്. ഏറെ സമയം ഉപ്പ് പോകാനായിട്ട് വെള്ളത്തിൽ ഇട്ട് വയ്ക്കാം. ഇനിയും ഈ മീൻ വെയിലത്തിടാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വയ്ക്കാം. അവിടെ ഇരുന്ന് നന്നായി ഉണങ്ങിക്കൂടും. അങ്ങനെ ഉണക്കമീൻ തയ്യാറായി.